രാജേന്ദ്രൻ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കൂ? അയ്യോ, അങ്ങനെ ഒരു ഓസ്ട്രേലിയ പഠിക്കാൻ പോയപ്പോഴെങ്ങാണ്ട് ചിക്കൻ ഉണ്ടാക്കി. ഞാൻ എങ്ങനെ ഉണ്ടാക്കി? ചിക്കൻ ഇട്ടു, പൊടി ഇങ്ങനെ ഇട്ടിട്ടേ അമ്മേ, 2-3 തക്കാളിയൊക്കെ പൊറിച്ചിട്ടേ ഇളക്കി, ഉപ്പ് ഇട്ട്. ഇതാണ് അവന്റെ ചിക്കൻ. അതുകൊണ്ട് അല്ലാതൊന്നും ഉണ്ടാക്കി കഴിച്ച ചരിത്രം ഇല്ല. തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഭക്ഷണം അത് ശ്രമിച്ചിട്ടുമില്ല. ഉണ്ടാക്കുന്ന സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. ഇന്ദ്രൻ വല്ലതും ഇവരൊക്കെ ഈ സൈനിക സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് വല്ലതൊന്നും സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. വീട്ടിലൊന്നും ഇല്ല. എഴുന്നേറ്റ് എന്തോ അമ്മേ കഴിക്കാറ് എന്നൊക്കെ ചോദിക്കത്തേ ഉള്ളൂ. ഈ പേരക്കുട്ടികൾ ആർക്കെങ്കിലും അങ്ങനെയുള്ള കുക്കിംഗ് സ്കില്ലുകൾ താല്പര്യം? അയ്യോ, പാത്തും നച്ചും അസലായിട്ട് എന്തെല്ലാം ഉണ്ടാക്കും. അത് നച്ചു ഉണ്ടാക്കുന്നത് ഇതുപോലെ ഏതോ യൂട്യൂബിലും എവിടെയോ വന്നായിരുന്നല്ലോ, കേക്ക് ഉണ്ടാക്കുന്നതും മറ്റേ പ്രാർത്ഥന. അതെ, നന്നായിട്ടുണ്ടാക്കും. അത് മാത്രം ഞാൻ പറഞ്ഞു. പൂർണിമയുടെ അവിടുത്തെ രീതിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പൂർണിമയ്ക്ക് അങ്ങനെ ഒരു കുക്കിങ്ങിന് കളയാൻ സമയമില്ല. രാവിലെ പറയണ മറ്റത് മറിച്ചതൊക്കെ പറഞ്ഞ് പോകണ്ടേ. അത് 2 പേരും ഉണ്ടാക്കും. നച്ചു ഉണ്ടാക്കിയ കേക്ക് എനിക്ക് കൊണ്ട് തന്നു. സത്യത്തിൽ അയ്യോ ഞാൻ എന്നിട്ട് കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ ഇത് കണ്ടോടാ, അത് തന്നെ അമ്മേ നല്ല ഇരിക്കുന്നില്ല, ഞാൻ ഞഞ്ഞായിരിക്കുന്നെന്ന് പറഞ്ഞു. അതെല്ലാം വാരി തിന്നാനൊക്കെ അവരൊക്കെ ഉണ്ട്. ഇവളെ പിന്നെ അടുക്കളയിലേക്ക് കയറ്റി തുടങ്ങിയില്ല എന്ന് തോന്നുന്നു. യോ ഇല്ല, കയറ്റി കയറും. പക്ഷെ താമസിയാതെ പല ഐറ്റംസും അദ്ദേഹത്തിന് അറിയാം. പക്ഷെ ഇപ്പൊ അങ്ങോട്ട് കയറ്റാറായില്ലല്ലോ, 8 വയസ്സാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് സുപ്രിയ കയറ്റുന്നില്ല. പക്ഷേ ഇവക്ക് അലങ്കൃതയ്ക്ക് വേറൊരു ടേസ്റ്റ് ഉണ്ട്. എന്തിനെ കുറിച്ച് കണ്ടാലും അവളൊരു പാരഗ്രാഫ് എഴുതും. അതൊരു സത്യമാണ്. അല്ലാതെ എഴുതുന്നതിൻ്റെ കണ്ടന്റിൻ്റെ സീരിയസ്നെസ് എന്താ, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് വല്ലതും ഉണ്ടോ, അതുണ്ട്, അതൊന്നും അല്ല നോക്കേണ്ടത്. എന്ത് ചുറ്റിനും നടന്നാലും ഒരു പാരഗ്രാഫ് അവൾ എഴുതും. അതൊരു വല്ലാത്ത ടേസ്റ്റ്. അപ്പോൾ രാജുവിനുണ്ടായിരുന്നത്. ആന്റി, അതായത് നമ്മളിപ്പോ ഈ പൃഥ്വിരാജിന്റെ വീട്ടിലാണെങ്കിലും ഇന്ദ്രിയത്തിന്റെ വീട്ടിലാണെങ്കിലും അങ്ങോട്ടൊക്കെ ചെല്ലാനുള്ള സമയം വളരെ കുറവാണല്ലോ. ഈ പുതിയ പുതിയ കഥകൾ കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? അവിടെ ചെന്നാലല്ലേ അവരുടെ വിശേഷങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. ചെന്നില്ലെങ്കിലും അറിയാറുണ്ട്. കാരണം പിന്നെ ഈ പറഞ്ഞതിന്റെ കൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവരും അവരും ഇവരും ഒക്കെ ഇവന്റെയൊക്കെ ഫേസ്ബുക്കും ഇൻസ്റ്റായും അതും ഇതും ഒക്കെ വായിക്കുമ്പോ ഞാൻ വായിച്ചില്ലെങ്കിലും അതിങ്ങനെ ഒരാൾ പറയുമ്പോ ഞാൻ അന്ന് വിളിക്കും, മോനെ എന്തുവാ മോനെ ഇത് എവിടെ നടായി ഫോട്ടോ ഇടുമോ, ദീപം അവിടെ ആണല്ലേ എന്ന് പറയും. ഇന്ന് രാവിലെ ആരായിട്ട് ഇങ്ങനെ ഫയൽവാരായിട്ട് നിൽക്കുന്ന ഒരു പടം ഇൻസ്റ്റാഗ്രാമിലെങ്ങാണ്ട് വന്ന് അയച്ചു. ഞാൻ ഇതെപ്പോഴാ സിനിമയുടെ ആണോ ഞാൻ ചോദിച്ചു. ഇതെവിടാ അമ്മേ, ഞാനിപ്പോ കുളു മണാലിയിലാണ്. അമ്മയോ മണാലിയിലാണോ ഈ വേഷത്തിൽ നിൽക്കുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചു തമാശ പറഞ്ഞ് അങ്ങ് വെച്ചു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ സംസാരിക്കുമല്ലോ നമ്മൾ പലതും, അങ്ങനെ അറിയും. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പൊ രാജുവിനെ കണ്ടില്ലെങ്കിലും ഞാൻ എറണാകുളത്ത് പോകുമ്പോൾ എനിക്ക് കൊച്ചു ഞാൻ പണ്ടും പറയാറില്ലേ,